നോമ്പ് കാലഘട്ടം അത് തിരഞ്ഞെടുപ്പിന്റെ കാലമാണ്, ചോയ്സിന്റെ കാലമാണ്. ബറബാസിനെ വേണമോ ക്രിസ്തുവിനെ വേണമോ? ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ വ്യക്തമായൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്ക് ആവശ്യം ബറബാസ് ആരെയാണോ ക്രിസ്തുവിനെയാണോ? പീലാത്തോസ് ഇപ്രകാരം ഒരു ഓപ്ഷൻ, ഇപ്രകാരം ഒരു തിരഞ്ഞെടുപ്പ് ജനത്തിന് മുമ്പിലേക്ക് വയ്ക്കുമ്പോൾ പീലാത്തോസ് കരുതിയത് ജനം യേശുവിനെ തിരഞ്ഞെടുക്കുമെന്നാണ്. തങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറാകുന്ന, തങ്ങളെ സൗഖ്യമാക്കിയ, ഇന്നലകളിൽ തങ്ങളുടെ ജീവിതത്തോട് കൂടെ ഇരുന്ന, ആശ്വാസം നൽകിയ ക്രിസ്തുവിനെ അവർ തിരഞ്ഞെടുക്കും എന്നാണ് കരുതിയത്. പക്ഷെ ജനത്തിന് ക്രിസ്തുവിനെ ആയിരുന്നില്ല ആവശ്യം. വിപ്ലവകാരിയായ, കൊലപാതകനായ, കുറ്റവാളിയായ ബറബാസിനെ മതി എന്ന് ജനം അത്യുച്ചത്തിൽ പറഞ്ഞു. എന്ന് കേൾക്കുന്ന ദൈവജനമേ, ഈ ലോകത്തിൽ ആരെയാണ് നിങ്ങൾ നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഈ കാലഘട്ടങ്ങളിൽ ആരെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ റോൾ മോഡലായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ബറബാസിനെ തിരഞ്ഞെടുക്കാം, ക്രിസ്തുവിനെയും തിരഞ്ഞെടുക്കാം. നമ്മുടെ തിരഞ്ഞെടുപ്പുകളാണ് ജീവനിലേക്കും നാശത്തിലേക്കും മരണത്തിലേക്കും നമ്മുടെ ജീവിതങ്ങളെ കൊണ്ട് എത്തിക്കുന്നത്. ഈ ലോകം തിരഞ്ഞെടുക്കുന്നത് മസിൽ പവറുകൾ കണ്ടിട്ടാണ്. ആരോഗ്യമുള്ളവനെ, കഴിവുള്ളവനെ, ശ്രേഷ്ഠനെ നേതാവായി തിരഞ്ഞെടുക്കുന്ന ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. അധികാരങ്ങൾ ഉള്ളവന്റെ പിന്നാലെ കടന്നു പോകുന്ന ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആരെയൊക്കെ ചതിച്ചിട്ടും തങ്ങളുടെ ആശയങ്ങൾ നിലനിർത്തുവാൻ ഏത് വിപ്ലവത്തിലൂടെയും ശ്രമിക്കുന്നവരെയാണ് ഇന്ന് ലോകത്തിന് ഇഷ്ടം. കർത്താവ് മസിൽ പവറിലൂടെ ലോകം നേടിയവനല്ല. കർത്താവ് വിപ്ലവത്തിലൂടെ ലോകത്തെ കീഴടക്കിയവനല്ല. തന്റെ ജീവനെ നൽകി നമ്മെ വീണ്ടെടുത്തവനാണ് കർത്താവ്. ഈ കാലഘട്ടങ്ങളിൽ ഇപ്രകാരം ഒരു ചോയ്സ് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ബറബാസിനെ വേണമോ ക്രിസ്തുവിനെ വേണമോ? പ്രിയ ദൈവജനമേ, നാം ആരെ തിരഞ്ഞെടുക്കും? കർത്താവിനെ തിരഞ്ഞെടുക്കുമോ അതോ ബറബാസുമാരെ തിരഞ്ഞെടുക്കുമോ? ഈ നോമ്പിന്റെ കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ബോധ്യം വ്യക്തമാക്കിക്കൊണ്ട് എന്തുകൊണ്ട് ക്രിസ്തു എന്റെ രക്ഷകനായി തീർന്നുവെന്ന തിരിച്ചറിവോടെ നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.